ഇനി നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമ്മളോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ഇംതിയാസ്, ഇപ്പോൾ തിരുവനന്തപുരത്തെ കാഴ്ചകൾ, അതിന്റെ പരിതാവസ്ഥ ഒക്കെ സ്റ്റെഫൻ വിശദീകരിക്കുകയായിരുന്നു. കോഴിക്കോടും ഈ KSRTC ബസ്സിനെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു മേഖല തന്നെയാണ്. എന്താണ് കോഴിക്കോട് നിന്ന് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ? ജീവനക്കാർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റ് സാഹചര്യങ്ങൾ എങ്ങനെയാണ്? മധു സജി, തീർച്ചയായിട്ടും കോഴിക്കോട്ടെ KSRTC ബസ് സ്റ്റാൻഡ്, KSRTC കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നത് കുറേ അധികം ആളുകൾ, മലബാറിലെ ഒരുവിധം ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ് ടെർമിനൽ കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന കെട്ടിടമാണിത്. ഏറ്റവും പുതിയ കെട്ടിടമാണ്. 10 നിലകളുള്ള കെട്ടിടവുമാണിത്. നമുക്ക് പുറത്തു നിന്നൊക്കെ നോക്കുമ്പോൾ കോഴിക്കോടിൻ്റെ തന്നെ മധ്യഭാഗത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ നമുക്ക് കാണാൻ തരത്തിൽ നല്ല മനോഹരമായി തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കെട്ടിടമാണിത്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക്, ഈ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. KSRTC ബസ്സൊക്കെ നിർത്തിയിടുന്ന ഇതിൻ്റെ അകത്തെ സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അവിടെ എത്തുമ്പോഴാണ് ഇതിൻ്റെ ശോചനീയ അവസ്ഥ, എത്രത്തോളം അശാസ്ത്രീയമായാണ് ഇവ നിർമ്മിച്ചത് എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. ഒരുപാട് തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വാർത്തകളിലൂടെയൊക്കെ പുറത്തു വന്നതാണ്. അത് ഒരുപക്ഷെ ഇന്നിപ്പോൾ മിന്നൽ പരിശോധനയൊക്കെ നടത്തുന്നു എന്ന് മന്ത്രി പറയുമ്പോൾ മന്ത്രിക്ക് പോലും കുറേ കാര്യങ്ങളൊക്കെ അറിവുള്ളതാവാം. പക്ഷേ അത് ഓരോന്നും എടുത്തെടുത്ത് കാണിക്കുമ്പോഴാണ് അത് കൃത്യമായി എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് നമുക്കും പ്രേക്ഷകരിലേക്കും അതുപോലെ തന്നെ മന്ത്രിയിലേക്കുമൊക്കെ എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് കാര്യം. ഞാനിപ്പോൾ ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്കിതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, നേരത്തെ പുറത്ത് നിന്ന് കണ്ട ക്യാമറയിൽ കണ്ട ഒരു വെളിച്ചം, ആ വെളിച്ചമല്ല ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കാണുന്നത്. പൂർണ്ണമായും ഇരുട്ട് മൂടിയ ഒരു സംവിധാനം. അതായത് ഒരുപാട് യാത്രക്കാരൊക്കെ യാത്ര പോകാനൊക്കെ വേണ്ടി ആളുകൾ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അത്രത്തോളം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇരുണ്ട് മൂടി കിടക്കുന്ന ഒരു KSRTC ബസ് സ്റ്റാൻഡാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ കാണാൻ കഴിയുക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത്, നമുക്കറിയാം നേരത്തെ ഇവിടെ ഒരു പഴയ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. നല്ല സൗകര്യമുള്ള KSRTC ബസ് സ്റ്റാൻഡ് തന്നെയായിരുന്നു. പിന്നീട് വരുമാനമൊക്കെ വർദ്ധിപ്പിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പുതിയ കോംപ്ലക്സ് പണിയുന്നത്, 10 നില കെട്ടിടം പണിയുന്നത്. പക്ഷെ അതെല്ലാം വളരെ അശാസ്ത്രീയമായിരുന്നു എന്നുള്ളതാണ് കാര്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഇതാണ് ബസ്സുകളൊക്കെ നിരത്തി നിർത്തിയിടുന്ന ഭാഗമാണിത്. ഇവിടെ ഈ ബസ്സുകൾക്കൊക്കെ ഇവിടെ ഈ തൂണുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ തൂണുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിൽക്കുന്നത്. കാരണം 2 തൂണുകൾക്കിടയിൽ ഒരു ബസ്സിന് വളരെ ശ്രമകരമായി മാത്രം അകത്ത് കയറി പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലാണ് ഇതിനകത്തെ തൂണുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. അതായത് ഒരു ബസ് പിറകിലോട്ടെടുക്കാൻ, മുന്നോട്ടെടുക്കാൻ, ഇവിടെ നിന്ന് വളഞ്ഞ് പുറത്തേക്ക് പോകാനൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം. കണ്ടോ, ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എല്ലാ തൂണും, ഇതിപ്പോൾ ഒരു തൂണാണ്. ഈ തരത്തിൽ KSRTC ബസ് സ്റ്റാൻഡിനകത്തെ എല്ലാ തൂണുകളിലും ഇതേ രീതിയിൽ ബസ് തട്ടി പൂർണ്ണമായിട്ടും പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഇതിങ്ങനെ തൂണിനും ബലക്ഷയം സംഭവിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, ബസ്സിനും പരിക്കുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ആ രീതിയിൽ ബസ്സൊന്ന് മുന്നോട്ടെടുക്കാനോ പിന്നോട്ടെടുക്കാനോ ഒക്കെ വലിയ രീതിയിൽ പ്രയാസം നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം കോഴിക്കോട്ടെ KSRTC ബസ് സ്റ്റാൻഡ് കുറേ കാലങ്ങളായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ KSRTC ബസ് സ്റ്റാൻഡ് പുതിയ കോംപ്ലക്സ് നിർമ്മിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുക. കാരണം അത്രയും പ്രതിസന്ധി നിൽക്കുന്ന ഘട്ടത്തിലാണ് 75 കോടി രൂപ ചിലവിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. അങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ച് ഇതിനകത്ത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ അത് അപ്പാടെ പാളി എന്നുള്ളതാണ് കാര്യം. കാരണം ഇതിൻ്റെ അശാസ്ത്രീയ നിർമ്മാണവും ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്താനുള്ള പ്രയാസവും ഇതിൻ്റെ മുകൾ നിലയിലേക്ക് എത്താനുള്ള പ്രയാസം കാര്യങ്ങളെല്ലാം കൂടെ വന്ന സമയത്ത് അവിടെയൊന്നും ആളുകളില്ല. ഇവിടെ ഇതിനകത്ത് ഈ ബസ്സുകളൊക്കെ നിർത്തിയിടുന്ന ഭാഗത്ത് 2 കടകളാണുള്ളത്. 2 കടകൾ. ആ 2 കടകളിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് ഇപ്പോൾ KSRTCക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 5 കോടി രൂപയൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ 5 കോടി രൂപയ്ക്ക് ഒരു വരുമാനം പ്രതീക്ഷിച്ചിരുന്നിടത്ത് 1 കോടി പോലും, അതല്ലെങ്കിൽ 2 കോടി പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാര്യം. നമുക്കിതാ ഒരു ബസ്സും ഒരു തൂണും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണിത്. ഒരു ബസ്സും ഒരു തൂണും തമ്മിലുള്ള ഗ്യാപ്പാണ്. ഇതുവഴി ഒന്നിങ്ങനെ നടന്നു പോകാൻ ശ്രമിച്ചാൽ കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ബസ് മുന്നോട്ടും പിന്നോട്ടും എടുക്കുന്നതിൻ്റെ കാര്യം നമ്മൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണല്ലോ. താങ്കൾ യാത്രക്കാരനാണോ? ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്? കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാം? എല്ലാം അറിയാം. ഇതിനെന്തോ ബലക്ഷയുണ്ട്. മദ്രാസ് IIT എന്തോ പഠനം നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഈ ബസ് പോകുന്ന സമയത്ത് കണ്ടില്ലേ, അത്രയും പ്രയാസം അതിൻ്റെ അകത്ത്.
നല്ല ബസ്സുകൾ വന്നാൽ തന്നെ കംപ്ലീറ്റ് ബോഡി എറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ അപാകതകളാണ്. എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളെടുത്തൊക്കെ എല്ലാം പ്രശ്നങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവരിതൊന്നും ചെയ്യുന്നത്. കാരണം പണ്ടൊക്കെ 60-70 ബസ് ഉണ്ടായ സ്ഥലമായിരുന്നത്. ഇപ്പോൾ ആകെ 46 ബസ്സിനെ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ബാംഗ്ലൂർ ബസ്സൊക്കെ വരുന്നുണ്ട്. അത് വലിയൊരു അങ്ങോട്ടേക്ക് ഡിപ്പോ ആ ഡിപ്പോ ആശ്രയിക്കേണ്ട അവസ്ഥ കൂടെ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഇവിടെ. പിന്നെ അതേമാതിരി കണ്ണൂർ ഭാഗത്തേക്ക് പോകാൻ ബസ് വളരെ കുറവാണ്. ഭയങ്കര പ്രയാസമാണ്. ട്രെയിനാണെങ്കിൽ ഫുള്ള് ലോഡഡാണ്. അപ്പോൾ നമ്മളൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാരെ നമുക്കൊക്കെ ഭയങ്കര പ്രയാസമാണത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇങ്ങനെ ബസ്സുകൾക്ക് കേടുപാടുണ്ടാക്കുന്ന, തൂണുകൾക്ക് കേടുപാടുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇത് നിർമ്മിച്ചതിന് ശേഷം പോയി എന്നുള്ളതാണ് പൂർണ്ണമായ അശാസ്ത്രീയത എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ പറയാം. പിന്നീട് ഇത് പരിഹരിക്കുന്ന രീതിയിലേക്കൊക്കെ പരിഹരിക്കാനുള്ള കോഴിക്കോട് ബസ് ടെർമിനലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നതാണ്. 1-2 വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസ് IIT പഠനം നടത്തുകയും ഏതാണ്ട് 90% തൂണുകളും ബലപ്പെടുത്തേണ്ടതുണ്ടെന്ന് ആവശ്യപ്പെടുകയും 10-30 കോടി അതിന് ചെലവഴിക്കുകയും ഒക്കെ ചെയ്തതാണ്. വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ക്ഷണിച്ചു വരുത്തുന്ന സാഹചര്യം. അന്ന് നേരത്തെ ഇന്ത്യാസ് പറഞ്ഞ പോലെ വരുമാന വർധനവ് ലക്ഷ്യമിട്ടാണ് ടെർമിനൽ പണിതെങ്കിലും കൂടുതൽ കാശ് ചെലവാകുന്ന പരിപാടിയായിരുന്നു അത്. തീർച്ചയായിട്ടും. കാരണം 75 കോടി രൂപ ചിലവിൽ ഇത് നിർമ്മിക്കുന്നു. അങ്ങനെ നിർമ്മിച്ചതിന് ശേഷം ഇത് വീണ്ടും ഒരു പഠനം നടത്തി ഇതിനി പൂർണ്ണമായി നല്ല രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ എന്തു ചെയ്യണം എന്നൊരു ആലോചന വന്ന സമയത്ത് അതിന് 30 കോടി രൂപയെങ്കിലും ഇനിയും ചിലവഴിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ 30 കോടി രൂപ ചിലവഴിച്ച് എങ്ങനെ ഇത്രയും വലിയ ഇങ്ങനെ പണിത ഒരു കെട്ടിടം ഇനി എങ്ങനെ നല്ല രീതിയിലേക്ക് മാറ്റാം എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ അതും ഒരു പ്രതിസന്ധിയിലേക്ക് പോയി എന്ന് തന്നെ വേണം പറയാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ KSRTC ബസ് സ്റ്റാൻഡിനകത്തെ മധ്യഭാഗത്താണ്. ഇവിടെ നിന്ന് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞത് തന്നെയാണ്, ഇവിടെ നിന്ന് ഒരു ബസ് എടുത്ത് അതുവഴി പോകണമെങ്കിൽ ഒരു പ്രയാസം നോക്കൂ. കാരണം ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ബസ്സുകളാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ബസ് എടുത്ത് പുറം വഴി പോകണമെങ്കിൽ അത്രയും പ്രയാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. നേരത്തെ ശുചിമുറിയുടെ കാര്യം ഞാനിവിടെ അന്വേഷിച്ചിരുന്നു. നമുക്ക് ശുചിമുറിയുടെ ഭാഗത്തേക്കൊന്ന് പോകാം എന്ന് തോന്നുന്നു. ഇവിടെ 2 ശുചിമുറികളാണ്, 2 ഭാഗത്തായിട്ട് 2 ശുചിമുറികളാണ് ഉള്ളത്. പക്ഷെ നമ്മളവിടെ എത്തി ഇവരോട് അന്വേഷിച്ച സമയത്ത് ശുചിമുറിയുടെ കാര്യം അകത്ത് കയറി കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് അത്രത്തോളം പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലായി. ഒരു ബസ് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ബസ് പോകുന്നതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് ഇങ്ങനെ പോകാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം ഇവിടെയൊന്നും നിർത്തിയിടാനോ ഒന്നും ഇതിന് പറ്റില്ല. അപ്പുറം വഴി ഇറങ്ങാൻ പറ്റില്ല. ഇതുവഴി തന്നെ പോയി ഒന്നെങ്കിൽ അവിടെ പാർക്ക് ചെയ്യണം, അതല്ലെങ്കിൽ അതുവഴി പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ്. കാരണം ഒന്നിൽ കൂടുതൽ തവണ ബസ്സുകളൊക്കെ ആ രീതിയിൽ വരുന്ന സമയത്ത് അവിടെ വാഹനങ്ങൾ ബ്ലോക്ക് ആവുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ശുചിമുറിയുടെ ഭാഗത്തേക്കൊന്ന് നമുക്ക് ക്യാമറയുമായി പോകാം. ശുചിമുറി നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ശുചിമുറിയൊക്കെ വലിയ പ്രതിസന്ധിയിലായി ശോചനീയമായി കിടക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട്ടെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. നേരത്തെയും നമ്മൾ ഇവിടെ വന്ന് ഇതൊക്കെ പരിശോധിച്ചതാണ്. ആ സമയത്ത് അകത്ത് കയറി നമ്മൾ മൊബൈൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വിടുകയും ചെയ്തതാണ്. ആ രീതിയിൽ ശുചിമുറി നല്ല രീതിയിൽ തന്നെ അതൊരു സ്വകാര്യ വ്യക്തിയാണ് നോക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ശുചിമുറി വലിയ പ്രശ്നമില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാലും നമുക്ക് അതൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. ഇംതിയാസ് കരീമാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ KSRTCയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടത് ഇപ്പം മന്ത്രി ഒരു പരിശോധന നടത്തുന്നു, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതൊക്കെ വേണ്ടതാണ്. അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അത് ജീവനക്കാരെയും യാത്രക്കാരെയും പൊതുസമൂഹത്തെയും എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ്, ഏറ്റവും അടിയന്തരമായി പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് എന്നത് പറഞ്ഞു വെക്കാൻ കൂടിയാണ് ഇത്ര വിശദമായി നമ്മൾ ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നത്.